ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 9th ചാപ്റ്ററായ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.2 ആണ്. അപ്പോൾ ഇതിലെ മൊത്തം 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 12 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണുക. ഇവിടെ നമ്മൾ 13 മുതൽ 18 വരെയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 13th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് സം ഓഫ് n ടേംസിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 3n² + 5n. ഒരു AP ആണിത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിലെ mth ടേം, അതായത് ടി എം എന്ന് പറയുന്നത് 164 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എമ്മിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്നത് എന്താണ്, 3n² + 5n തന്നിട്ടുണ്ടല്ലോ. നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എം എന്തായിരിക്കും, അതായത് ഫസ്റ്റ് m ടേംസിൻ്റെ ഇതിന് നമുക്ക് 3m² + 5m എന്ന് എഴുതാം അല്ലേ. അതുപോലെ m-1 ആണെങ്കിൽ എന്തായിരിക്കും, 3 × എമ്മിൻ്റെ സ്ഥാനത്തൊക്കെ m-1 കൊടുക്കുക അല്ലേ. m-1² + 5 × m-1. ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ കാരണം നമുക്ക് ടി എം തന്നിട്ടുണ്ട്. പക്ഷേ ടി എം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഇതിന് മുമ്പ് ഒരു പ്രോബ്ലത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. എം എന്ന് പറയുന്നത് എന്താണ്, S1 അല്ല T1 + T2 + എക്സെട്ര + TM. എം വരെയുള്ള ടേംസുകളുടെ സമ്മാണ് അല്ലേ. അതുപോലെ m-1 എന്ന് പറയുമ്പോൾ എന്താ വരിക, T1 + T2 + എക്സെട്ര + TM-1. അപ്പോൾ ഇവിടെ നമുക്കൊരു TM-1 എന്നുള്ള ടേം കൂടി എക്സ്ട്രാ എഴുതാം അല്ല. ഇത് m വരെയുള്ള ടേംസുകളുടെ സമ്മാണ് എം. ഈ m-1 എന്ന് പറയുന്നത് m-1 വരെയുള്ള ടേമുകളുടെ സമ്മാണ് അല്ലേ. അപ്പോൾ നമ്മൾ SM-SM-1 കാണുന്ന സമയത്ത് എന്താണ്, SM എന്ന് പറയുന്നത് T1 + T2 + എക്സെട്ര + TM-1 + TM, m വരെ അല്ലേ, -SM-1. അപ്പോൾ നമ്മൾ ഓരോ ടേമും മൈനസ് ചെയ്യുക. -T1 -T2 + എക്സെട്ര TM-1. അപ്പോൾ ഇതെല്ലാ ടേമും നമുക്കിവിടെ ക്യാൻസലായി പോയിട്ട് ബാക്കി എന്ത് മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ, TM. അപ്പോൾ TM നമുക്ക് എന്ത് കിട്ടി, SM-SM-1. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. TM എന്ന് പറയുന്നത് SM-SM-1 ആണ്. അതിങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് തിരിച്ചെഴുതാം. TM = SM-SM-1 എന്ന് കിട്ടിയല്ലേ. TM നമുക്കിവിടെ ഓൾറെഡി എത്രയാണ് തന്നിട്ടുണ്ട്, mth ടേം 164 ആണ് തന്നിട്ടുണ്ട്. SM നമുക്ക് നമ്മുടെ ഫോർമുല അറിയാമല്ലോ. എന്താ നമ്മുടെ ഫോർമുല പ്രകാരം എന്താണ്, 3m² + 5m ആണ്, മൈനസ് SM-1 എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 × m-1² + 5 × m-1. പക്ഷേ ഈ മൈനസ് നമ്മളവിടെ കൊടുക്കുമ്പോൾ എന്താവും, -5 × m-1 എന്നാവും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബ്രാക്കറ്റൊക്കെ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 3m² + 5m മൈനസ് 3 × m-1² നമുക്ക് ആദ്യം എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. എന്താണ്, m² - 2m + 1 മൈനസ് ഇവിടെ എന്ത് വരും, 5m, പിന്നെ ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ +5 വരും. നമുക്ക് ഒരു ബ്രാക്കറ്റും കൂടി ഇവിടെ മാറ്റാനുണ്ട്. 3m² + 5m മൈനസ് 3m², പിന്നെ ഇവിടെ എന്ത് വരും, പ്ലസ് വരും അല്ലേ, 6m - 3 അല്ലേ, -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ -5m + 5 വിച്ച് ഈസ് ഈക്വൽ ടു m². 3m² - 3m² അവിടെ ക്യാൻസലായി പോയി. പിന്നെ 5m - 5m ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്, 6m ഉണ്ട്, പിന്നെ -3 + 5. അപ്പോൾ എത്ര വരും, +2 എന്ന് കിട്ടി. അപ്പോൾ 164 നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 6m + 2. പിന്നെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ. അപ്പോൾ 6m = എന്ത് വരും, 164. ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ -2, അതായത് 162 എന്ന് കിട്ടും. അപ്പോൾ m = 162 / 6 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും, 27 എന്ന് വരും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 27. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 27 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് 14th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ആയിട്ടോ. നമ്മൾ അരിത്തമെറ്റിക് മീൻ പറഞ്ഞില്ലേ, AB എന്ന് പറഞ്ഞ 2 നമ്പർ നമ്മൾ എടുത്തു. അതിൻ്റെ നടുവിൽ നമുക്ക് എത്ര നമ്പർ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് a+b/2 ആയിരിക്കും. ഒരു ടേമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ. അപ്പം അങ്ങനെ നമ്മൾ 5 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. എത്ര നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഇൻസേർട്ട് 5 നമ്പേഴ്സ് ബിറ്റ്വീൻ, ഏത് 2 നമ്പറിൻ്റെ ഇടയിലാണ്, 8 and 26. 8ൻ്റെയും 26ൻ്റെ ഇടയിൽ നമ്മൾ 5 നമ്പർ അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുകയാണ്. സച്ച് ദാറ്റ് ദ റിസൾട്ടിങ് സീക്വൻസ് എന്തായിട്ട് മാറും,
AP ആയിട്ട് മാറും. അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കുക അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് എടുക്കുക. A1, A2, A3, A4, A5. ഇതാണ് നമ്മുടെ ഇൻസേർട്ട് ചെയ്യണ നമ്മൾ നമ്പേഴ്സ്. നമ്മളിത് A1, A2, A3, A4, A5 ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ AP എന്തായിട്ട് മാറും, നമ്മുടെ ഫസ്റ്റ് ടേം 8, അതിൻ്റെ ഇടയിലാണല്ലോ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് A1, പിന്നെ A2, A3, A4, A5, ലാസ്റ്റ് ടേം എന്താണ് 26. കണ്ടു, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമ്മളിത് ഇൻസേർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ഇതൊരു AP ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഈ ടേംസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം അല്ലേ. A1 എത്രയാണ്, A2 എത്രയാണ് എന്നുള്ളത് അല്ലേ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ nth ടേം, അതായത് നമ്മുടെ ലാസ്റ്റ് ടേം TN നമ്മൾ എടുക്കും. TN ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല അനുസരിച്ചിട്ട് എന്താണ്, A + n-1 × D. ഇവിടെ അത് എത്രയാ, 5 നമ്പേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അത് കൂടാതെ നമ്മുടെ ലാസ്റ്റും ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, അപ്പം മൊത്തം 7 നമ്പർ. അപ്പം T7 ആണ് നമ്മുടെ ലാസ്റ്റ് നമ്പർ ടേം ആയിട്ട് വരിക കേട്ടോ, T7. അപ്പോൾ T7 ഇസ് ഈക്വൽ ടു എത്ര വരിക, നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാ, A ഇസ് ഈക്വൽ ടു 8. n എന്ന് പറയുന്നത് മൊത്തം ഇവിടെ 7 ഉണ്ട്. പിന്നെ എന്താണ്, നമുക്കിവിടെ D നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് D കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ലാസ്റ്റ് ടേം എത്രയാണെന്ന് അറിയാതെ നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുക്കുക. എത്ര നമ്മുടെ ലാസ്റ്റ് ടേം 26. അപ്പോൾ 26 ഇസ് ഈക്വൽ ടു A + n എന്ന് പറയുന്നത് ഇവിടെ എത്രയാ പറഞ്ഞു, 7 ആണെന്ന്. അപ്പോൾ 7 - 1 × D which is equal to A എന്ന് പറയുന്നത് എത്രയാ, ഫസ്റ്റ് ടേം 8 + 6D. അപ്പോൾ 26 ഇസ് ഈക്വൽ ടു 8 + 6D എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് D കണ്ടുപിടിച്ചുകൂടെ. അപ്പം 6D ഇസ് ഈക്വൽ ടു 26 - 8, അതായത് എത്ര കിട്ടും, 26ൽ നിന്ന് 8 പോകുമ്പം 18 വരും അല്ലേ. അപ്പോൾ D ഇസ് ഈക്വൽ ടു 18 / 6, അതായത് 3. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് D3 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ടേമുകൾ കണ്ടുപിടിച്ചുകൂടെ. നമുക്ക് A1, A2, A3 ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ A1 ഇസ് ഈക്വൽ ടു, A1 എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഇപ്പോൾ നമ്മൾ എഴുതിയപ്പോൾ അത് നമ്മുടെ സെക്കൻഡ് ടേം ആണ് കേട്ടോ. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, A + D ചെയ്യൂ അല്ലേ. അതായത് A നമ്മുടെ എന്തായിരുന്നു, ഫസ്റ്റ് ടേം നമ്മുടെ 8 ആയിരുന്നു. നമ്മുടെ കോമൺ ഡിഫറൻസ് D നമുക്ക് 3 കിട്ടി. അപ്പോൾ നമുക്ക് A1 നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഇനി A2 എന്ന് പറയുന്നത് എന്താണ്, A + 2D ആണ്. നമ്മുടെ തേർഡ് ടേം ആയിട്ട് വരണല്ലേ. ഫസ്റ്റ് ടേം 8, പിന്നെ A1, പിന്നെ A2. അപ്പോൾ നമ്മുടെ തേർഡ് ടേം കാണാൻ എന്താ ചെയ്യുക, A + 2D. ദാറ്റ് ഈസ് 8 + 2 × 3, അതായത് 8 + 6 അല്ലേ. 8 + 6 എത്രയാണ്, 14. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, 11 + ഇനി 3 വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ. 11 + 3 14 അങ്ങനെ ചെയ്യാം. പിന്നെ A3 ഇസ് ഈക്വൽ ടു എന്ത് വരും, A + 3D വിച്ച് ഈസ് ഈക്വൽ ടു 8 + 3 × 3, അതായത് 8 + 9. 8 + 9 എത്രയാണ്, 17. നമുക്ക് A4 കാണാം. A4 ഇസ് ഈക്വൽ ടു A + 4D which is equal to 8 + 4 × 3 which is equal to 8 + 12 which is equal to 20. ഇനി ലാസ്റ്റ് ടേം നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് A5 is equal to A + 5D which is equal to 8 + 5 × 3, അതായത് 8 + 15 എത്രയാണ്, 23 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പർ ഏതൊക്കെയാണ്, 11, 14, 17, 20, 23. പിന്നെ ഇവിടെ ആദ്യത്തെ നമ്പർ 8 ഉണ്ട്, ലാസ്റ്റ് നമ്മുടെ നമ്പർ 26. ശരിയല്ലേ, ഇതൊരു AP ആയിട്ട് മാറുന്നില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് A⁴n + B⁴n divided by A⁻n-1 + B⁻n-1 is the arithmetic mean. ഇതാണ് എന്ത്, ഒരു അരിത്തമെറ്റിക് മീൻ നമുക്ക് തന്നിട്ടുണ്ട് ബിറ്റ്വീൻ A ആൻഡ് B. ഇപ്പോൾ A എന്നും B എന്നും പറഞ്ഞ രണ്ട് നമ്പർ നമ്മൾ എടുത്തു. അവരെ Aയും B ആയിട്ട് എടുക്കണത്, പ്രത്യേകിച്ച് നമ്പറായിട്ട് എടുക്കണില്ല, ജനറൽ കേസായിട്ട് പറയണത്. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചപ്പോൾ അതെങ്ങനെയാണ്, A + B/2 അല്ലേ നമ്മുടെ ഫോർമുല അരിത്തമെറ്റിക് മീൻ കാണാനുള്ളത്. അത് കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ഇതാണ് കിട്ടിയത്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. അപ്പോൾ n എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ n എന്ന് പറയുന്നത് എത്രയാണ്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഒരു ഫോർമുല നമുക്കറിയാം അല്ലേ.
നമുക്ക് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് ജനറലായിട്ട് അറിയണ ഫോർമുല എന്താണ്? എയും ബി ആണ് രണ്ട് നമ്പറെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് a+b/2 ആണ്. നമുക്കറിയാം. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക അല്ലേ? അത് എത്രയാണെന്നാണ് ഇവിടെ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. ഈ a+b/2 അവർ ചെയ്ത സമയത്ത് അവർക്ക് കിട്ടിയത് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു a⁻n + b⁻n ഡിവൈഡഡ് ബൈ a⁻n-1 + b⁻n-1. അപ്പോൾ അത് ഇത്രയാണെന്നാണ് അവർ പറയണത്. ഇത് നമുക്ക് തിരിച്ചിട്ടിട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു a+b/2. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് മീൻ. ഇത് അരിത്തമെറ്റിക് മീൻ കാണാനുള്ള നമ്മുടെ ഫോർമുല a+b/2. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വരും. പക്ഷേ കുറച്ചിത് ചെയ്യാനായിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ മാത്രമാണ് ഇതിലുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ 2 × a⁻n + b⁻n ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? a⁻n-1 + b⁻n-1 × a + b എന്ന് വരും. ശരിയല്ലേ? നമുക്ക് ബ്രാക്കറ്റൊക്കെ മാറ്റി കൊടുക്കുക. ഇവിടെ എന്ത് വരും? 2a⁻n + 2b⁻n വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഓരോ ടേമിനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. a⁻n-1 × a. അപ്പോൾ എയുടെ പവർ ഇവിടെ 1 ആണ് അല്ലേ? അപ്പോൾ ഒരു 1 കൂടി ഇവിടെ ചെയ്യുമ്പോൾ എന്താവും? n-1 + 1. അതായത് എന്തായിട്ട് മാറും? അത് a⁻n ആവൂല്ലേ? n-1ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ n അല്ലേ? അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ഇനി എഴുതുന്നില്ല. പ്ലസ് ഇതെന്ത് വരും? a⁻n-1 × b. അത് നമുക്ക് പിന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് പിന്നെ എന്ത് വരും? b⁻n-1 × a. പ്ലസ് ഇതുപോലെ തന്നെ b⁻n-1 × b എന്ന് പറയുമ്പോൾ വീണ്ടും ബിയുടെ പവർ ഒന്ന് കൂടും. അപ്പോൾ അതെന്ത് വന്നു? b⁻n വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ടേമിനും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ? കാരണം ഇവിടെ നമ്മുടെ a⁻n ഉണ്ട്, ഇവിടെ a⁻n ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 2a⁻n + 2b⁻n minus a⁻n minus a⁻n-1 × b minus b⁻n-1 × a minus b⁻n which is equal to 0. നമുക്കിവിടെ നോക്കിയേ 2a⁻n ഉണ്ട് മൈനസ് a⁻n ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വരും? ഒരു a⁻n വരിക അല്ലേ? അതേപോലെ തന്നെ 2b⁻n ഉണ്ട് മൈനസ് b⁻n ഉണ്ട്. അപ്പോൾ എത്ര വരും ബാക്കി? പ്ലസ് b⁻n അല്ലേ? ഒരെണ്ണം ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് പോകുമ്പോൾ ബാക്കി ഒന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള രണ്ട് ടേം നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അത് എന്താ വരിക? മൈനസ് a⁻n-1 × b മൈനസ് b⁻n-1 × a വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മുടെ സിംപ്ലിഫിക്കേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്ക് ഈ ടേമും നമുക്ക് ഒരുമിച്ച് എഴുതാം. ഏതാണ്? a⁻n മൈനസ് a⁻n-1 × b. അത് ഒരുമിച്ച് എഴുതി. പ്ലസ് b⁻n മൈനസ് b⁻n-1 × a. അത് വേറെ സെപ്പറേറ്റ്. രണ്ടും ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് ഒരു പെയർ പോലെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? a⁻n-1 നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ a⁻n ഉണ്ട്. അതിൽ നിന്ന് n-1 ആണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ബാക്കി എത്ര ഉണ്ടാവും? ഒരു a അവിടെ ഉണ്ടാവും അല്ലേ? മൈനസ് ഇവിടെ ഈ ടേം പോയി കഴിഞ്ഞാൽ ബാക്കി b പ്ലസ് ഇവിടെ അതുപോലെ തന്നെ b⁻n-1 നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ b⁻n നിന്ന് b⁻n-1 പോയാൽ ബാക്കി അവിടെ ഒരു b ഉണ്ടാവും. മൈനസ് പിന്നെ ഈ രണ്ടാമത്തെ ടേമിൽ ഒരു a മാത്രമേ ഇവിടെയുള്ളൂ വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു a-b ഇവിടെ ഒരു b-a ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൈനസ് കൂടി ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. a⁻n-1 × a-b ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തേ. അപ്പോൾ b⁻n അപ്പോൾ ബിയിൽ നിന്ന് മൈനസ് കൊടുക്കുമ്പോൾ എന്തായി? മൈനസ് a എന്നുള്ളത് പ്ലസ് a ആവും, പ്ലസ് b എന്നുള്ളത് മൈനസ് b ആവും. അപ്പോൾ നമുക്ക് ഇനി രണ്ട് ടേമിൽ a-b കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? a⁻n-1 ഉണ്ട്, ഇവിടെ മൈനസ് b⁻n-1 ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ a-b is equal to 0 അല്ലെങ്കിൽ a⁻n-1 മൈനസ് b⁻n-1 is equal to 0. പക്ഷേ a-b ഒരിക്കലും 0 ആവില്ല. കാരണം എയും ബിയും നമുക്കിവിടെ രണ്ട് നമ്പേഴ്സ് ആയിട്ട് തന്നിരിക്കുക അല്ലേ? അപ്പോൾ a-b ഇവിടെ ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് ആര് മാത്രമേ ഇവിടെ 0 ഉള്ളൂ? a⁻n-1 മൈനസ് b⁻n-1 വിച്ച് ഈസ് ഈക്വൽ ടു 0. നമുക്കിനി എന്ത് ചെയ്യാം?
ഇതിൻ്റെ അർത്ഥം എന്താണ്? എ റേസ് ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ബി റേസ് ടു എൻ മൈനസ് വൺ. ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. എ റേസ് ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ബി റേസ് ടു എൻ മൈനസ് വൺ. ഇനി നമ്മളിതിനെ ഡിവിഷനായിട്ട് കൊണ്ടുവരികയാണ്. അതായത് എ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 0 അല്ല, ഇവിടെ എന്താ വരിക? 1 വരിക അല്ലേ? നമ്മൾ ഡിവിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ബാക്കി അവിടെ 0 അല്ല 1 ആണ് എഴുതുക. ഇനി ഇതിനെ ഒറ്റ പവറായിട്ട് എഴുതുമ്പോൾ എന്തെന്ന് നമുക്ക് എഴുതാം? എ ബൈ ബി ഓൾ റേസ് ടു എൻ മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു, അല്ല ശരിയല്ലേ? എയുടെയും ബിയുടെയും പവർ എൻ മൈനസ് വൺ ആണ്. അപ്പോൾ അതിന് ഒറ്റ ഇതിൽ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി എ ബൈ ബി ഓൾ റേസ് ടു എൻ മൈനസ് വൺ. 1നെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ ബി ഓൾ റേസ് ടു 0. പവർ 0 ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 1 ആണെന്നല്ലേ? അപ്പോൾ നമ്മൾ 1നെ ഇങ്ങനെ മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എ ബൈ ബിയുടെ പവറായിട്ട് ഇവിടെ കിടക്കണേ. അപ്പോൾ നമുക്ക് കമ്പയറിങ് പവേഴ്സ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയേ. കമ്പയറിങ് പവേഴ്സ്. അപ്പോൾ എന്തായി? നമുക്ക് എന്ത് കിട്ടി? ഇവിടെ രണ്ടും എ ബൈ ബി ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ പവറുകൾ നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുത്തത്. അപ്പോൾ സിംപ്ലിഫിക്കേഷനാണ്, പക്ഷേ നമ്മളത് കുറച്ചൊരു ഐഡിയയിലൊക്കെ ചെയ്തിട്ടാണ് നമ്മളവിടെ സിംപ്ലിഫൈ ചെയ്യുന്നത്. നമുക്ക് 16th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 ആൻഡ് 31. ഏതിൻ്റെ ഇടയിലാണ്? 1 ആൻഡ് 31. ഇനി നമ്മളിനി അരിത്തമെറ്റിക് മീനിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. 1ൻ്റെയും 31ൻ്റെ ഇടയിൽ നമ്മൾ എം നമ്പേഴ്സ് നമ്മളവിടെ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു കേട്ടോ. എത്ര നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്? എം നമ്പേഴ്സ് ഹാവ് ബീൻ ഇൻസേർട്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് എൻ എ പി, അല്ലേ? അത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തം ആ സീക്വൻസ് എന്താവണം? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പി ആവുന്ന രീതിയിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തെടുത്തു. ആൻഡ് ദ റേഷ്യോ ഓഫ് ദ 7th ആൻഡ് എം മൈനസ് 1th ടേംസ് ഈസ്, അതായത് 7th ടേം അതായത് T7ഉം അതുപോലെ എം മൈനസ് 1th ടേം അതായത് TM-1 ടേമുകളാണ്, സമ്മല്ല. അതിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:9 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് കൊടുക്കണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം. എമ്മിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ 1ൻ്റെയും 31ൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ? ഇൻസേർട്ട് ചെയ്തിരിക്കണല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം 1, പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണത് നമ്മൾ A1 A2 എന്ന് പറഞ്ഞിട്ട് എടുക്കൂലേ? A1 A2 എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ AM അല്ലേ എം നമ്പേഴ്സ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AM വരെ ഇൻസേർട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ടേം നമ്മുടെ 31. ഇപ്പോൾ ഇതൊരു AP ആയിട്ട് മാറണു എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ TN നമ്മുടെ ലാസ്റ്റ് ടേം TN ഈസ് ഈക്വൽ ടു nth ടേം ആയിട്ട് നമുക്കിവിടെ എന്ത് വരും? ഇപ്പോൾ ഇവിടെ മൊത്തം എത്ര ടേംസ് ഉണ്ട്? മൊത്തം ടേംസ് എന്ന് പറയുന്നത് എം ടേം നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് M+2 ടേംസ് ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടേം കാണാനുള്ള ഫോർമുല എന്താണ്? A+n-1 ഇൻറ്റു D. ഇവിടുത്തെ ലാസ്റ്റ് ടേം എത്രയാണ്? 31 ആണ് അല്ലേ? അപ്പോൾ 31 ഇസ് ഈക്വൽ ടു A+, പക്ഷേ 31 എത്രാമത്തെ ടേംസ് ആണ്? M+2 ടേംസ് ആണ്. M+2 പിന്നെ അതിൽ നിന്ന് 1 കുറയ്ക്കണം അല്ലേ? -1 ഇൻറ്റു D. മനസ്സിലായല്ലോ എങ്ങനെ എഴുതിയെന്നുള്ളത്? വിച്ച് ഈസ് ഈക്വൽ ടു A+, M+2 മൈനസ് എന്ന് പറയുമ്പോൾ +1 വരും. മനസ്സിലായല്ലോ എഴുതിയത്? അപ്പോൾ 31 ഈസ് ഈക്വൽ ടു A + M+1 ഇൻറ്റു D വിച്ച് ഈസ് ഈക്വൽ ടു A നമുക്കറിയാലോ എത്രയാണെന്ന്. ഏതാ നമ്മുടെ ഫസ്റ്റ് ടേം? 1 + M+1 ഇൻറ്റു D എത്രയാണ്? 31. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് കിട്ടും? 31 ഈ +1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -1 വിച്ച് ഈസ് ഈക്വൽ ടു M+1 ഇൻറ്റു D. അതായത് 30 ഈസ് ഈക്വൽ ടു M+1 ഇൻറ്റു D. അപ്പോൾ നമുക്ക് ഇതിന് D എന്ത് കിട്ടും? D ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ M+1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് D എന്ത് കിട്ടി? ഇതിന് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കൊടുക്കുക ചെയ്യാറ് അല്ലേ? അപ്പോൾ D ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ M+1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു വിവരം എന്താണ്? 7th ടേമിൻ്റെയും M-1th ടേമിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:9 ആണ്. അപ്പോൾ നമുക്ക് T7 ഡിവൈഡഡ് ബൈ TM-1 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 9 എന്ന് എഴുതാം. അപ്പോൾ T7 എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്ത് വരും? A + 7D ഡിവൈഡഡ് ബൈ A + M-1 ഇൻറ്റു D വിച്ച് ഈസ് ഈക്വൽ ടു ആണ് നമ്മുടെ 5/9. നമ്മൾ ആ ടേംസിൻ്റെ ഫോർമുല കൊടുത്തു, നമ്മൾ സമ്മിനൊക്കെ കൊടുക്കണ പോലെ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തുകൂടെ? അതിന് മുമ്പ് നമുക്ക് Dയുടെ വാല്യൂ കൊടുക്കാം. A നമുക്കറിയാലോ, A എത്രയാണ്? നമ്മുടെ 1 ആണ് അല്ലേ? ഫസ്റ്റ് ടേം 1 + 7 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ M+1 അല്ലേ? നമ്മുടെ D എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ വീണ്ടും A + 1 + M-1 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ M+1 ആണ് നമ്മുടെ D. ആ വാല്യൂ കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 9. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് M+1 എന്തായിട്ട് എടുക്കണം?
LC ആയിട്ട് എടുക്കണം അല്ലേ? LC ആയിട്ട് എടുത്ത് ചെറുതാക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ m+1 നമ്മുടെ ഇവിടെ എന്ത് LC എടുക്കുമ്പോൾ ഇവിടെ 1 × m+1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? ഇത് m+1 പിന്നെ എന്ത് വന്നു? +7 × 30. അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലേ? 7 × 30 എന്ന് പറയുമ്പോൾ എത്ര വരും? 210 + 210 ഡിവൈഡഡ് ബൈ നമ്മുടെ LCM m+1 അത് എഴുതി. ഇനി അതുപോലെ തന്നെ നമ്മൾ താഴത്ത് എടുക്കുമ്പോൾ എന്ത് വരും? 1 × m+1 പ്ലസ് പിന്നെ ഇവിടെ എന്ത് വരും? m-1 × 30 ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 30m - 30 അല്ലേ? 30m - 30 പിന്നെ ഡിവൈഡഡ് ബൈ m+1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ റൈറ്റ് സൈഡ്? 5 ഡിവൈഡഡ് ബൈ 9 അല്ലേ? ഈ m+1ഉം ഈ m+1ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി നമുക്കിവിടെ m+1 അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എന്ത് വരും? m + 211 വരും ഇല്ലേ? 1 പ്ലസ് ചെയ്യുമ്പോൾ പ്ലസ് ഇവിടെയോ m ഉണ്ട്, ഇവിടെ 30m ഉണ്ട്. അപ്പോൾ അത് എത്രയായി? 31m വരും അല്ലേ? അതുപോലെ 1 - 30 അപ്പോൾ ഇവിടെ -29 വരും വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 9. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 9 × m + 211 ഈസ് ഈക്വൽ ടു 5 × 31m - 29 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ബ്രാക്കറ്റ് മാറ്റി കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 9m + 9 × 211 എന്ന് പറയുമ്പം 1899 which is equal to 5 × 31m. അപ്പോൾ 31 × 5 എന്ന് പറയുമ്പം 155m മൈനസ് 5 × 29 എന്ന് പറയുമ്പം 145 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എമ്മുകളൊക്കെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 155m - 9m. നമ്മൾ ഒരു സൈഡിലേക്ക് എമ്മുകൾ കൊണ്ടുവന്നു. ഇനി 1899 ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഈ -145 നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. ഇനി 155m - 9m എന്ന് പറയുമ്പോൾ എത്രയാ? 146m വരും അല്ലേ? 146m വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 2044. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 2044 ഡിവൈഡഡ് ബൈ 146. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണെന്ന്. നമ്മൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് കണ്ടോ? അപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 70 ഒരു ഈസി പ്രോബ്ലം ആണ്. അതായത് എ മാൻ സ്റ്റാർട്ട്സ് റീപേയിങ് എ ലോൺ. ഒരു ലോൺ അയാൾ അടയ്ക്കുകയാണ്. ആസ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അയാൾ അടച്ചത് ₹100 ആണ്. ഒരു ലോൺ അടയ്ക്കുകയാണ്, അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 100 ആണ്. ഇഫ് ഹി ഇൻക്രീസസ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ബൈ ₹5, 5 രൂപ വെച്ചിട്ട് അയാൾ എല്ലാ മാസവും എന്ത് ചെയ്തു? അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. വാട്ട് എമൗണ്ട് ഹി വിൽ പേ ഇൻ ദ 30th ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 30th ഇൻസ്റ്റാൾമെൻറ്റ് അയാൾ ഇങ്ങനെ 5 രൂപ വെച്ചിട്ട് കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അയാൾ 30th ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് അടയ്ക്കേണ്ടതെന്ന്. ഇത് നമ്മുടെ ഒരു AP പോലെയല്ലേ? നമ്മുടെ ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ എന്താണ് തോന്നുന്നത്? നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ? A = 100. ₹5 അവിടെ ഓരോ മാസവും നമ്മളവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ D = 5. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? 30th ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പം T30 ടേം അല്ലേ? അപ്പോൾ T30 = എന്ത് വരും? A + 29D അല്ലേ? അതിനേക്കാൾ ഒന്ന് കുറവ്. A + 29D വിച്ച് ഈസ് ഈക്വൽ ടു A എത്രയാണ്? 100 + 29 × 5 വിച്ച് ഈസ് ഈക്വൽ ടു 100 + 29 × 5 എത്രയാണ്? 145. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 245. അപ്പം അത്രയും പൈസയാണ് അയാൾ 30th ഇൻസ്റ്റാൾമെൻറ്റിൽ അയാൾ അടയ്ക്കേണ്ടി വരിക. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ. ക്വസ്റ്റ്യൻ എഴുതാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ is 5 degree if the smallest angle is എത്രയാണ് തന്നിരിക്കുന്നത്? 120 ഡിഗ്രി ആണ്.
ഫൈൻഡ് ദ നമ്പർ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ പോളിഗൺ. ആ പോളിഗണിനെ ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ. അതായത് ഒരു പോളിഗൺ നമുക്കറിയാലോ പല സൈഡ്സ്, ഇപ്പോൾ അത് 10 സൈഡുള്ള ഒരു പോളിഗൺ ആയിരിക്കാം, 5 സൈഡ്സുള്ള പോളിഗൺ ആയിരിക്കാം. എങ്ങനെ സൈഡുള്ള ഒരു പോളിഗണാണ്, അത് എത്ര സൈഡാന്ന് പറയുന്നില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ആ ഒരു പോളിഗണിൻ്റെ നമ്മൾ 2 ഇൻറ്റീരിയർ ആംഗിൾസ് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണല്ലോ, അടുത്തടുത്ത 2 ഇൻറ്റീരിയർ ആംഗിൾസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ഡിഗ്രിയാണ്. അതായത് ഇപ്പം ഞാനൊരു സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു വെറുതെ ഒരു പോളിഗൺ വരച്ചിരിക്കുകയാണ്. ഇതല്ല പോളിഗൺ, ഇത് എത്ര സൈഡ് നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു ഇത് വരച്ചു. അതായത് ഈ 2 ഇൻറ്റീരിയർ ആംഗിളാണ് എടുക്കുന്നതെങ്കിൽ അത് ഇതിപ്പോൾ 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 125. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എത്രയായി? 130. അടുത്തത് എന്തായിരിക്കും? 135. അങ്ങനെ 5 ഡിഗ്രിയാണ് അടുത്തടുത്ത 2 ഇൻറ്റീരിയർ ആംഗിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? നമ്മുടെ കോമൺ ഡിഫറൻസ് 5 ആണെന്ന് കിട്ടിയല്ലോ. അതുപോലെ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെന്ന് കിട്ടി. എന്നിട്ട് നമുക്ക് ഇതിൽ എത്ര സൈഡ് ഉണ്ട് ഈ പോളിഗൺ എന്നുള്ളത് കണ്ടുപിടിച്ച് കൊടുക്കണം. അതായത് നമ്മുടെ എൻ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ APയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് ടേംസ് എത്രയാണ് അല്ലേ, അതല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാ അത് കാണാനുള്ള ഫോർമുല എന്താണ്? ദ സം ഓഫ് ഓൾ ആംഗിൾസ്, സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ പോളിഗൺ. നമ്മൾ ജനറലായിട്ട് ഏതിപ്പോൾ ട്രയാങ്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററോ പെൻറ്റഗണോ ഹെക്സഗണോ ഏതായി കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ് കാണാനുള്ള ഒരു ഫോർമുലയാണ് എന്ത്? n-2 × 180. ഇപ്പോൾ 5 സൈഡുള്ളതാണെങ്കിൽ 5 - 2 3 × 180 ചെയ്യുക. അപ്പോൾ നമുക്കൊരു പെൻറ്റഗണിൻ്റെ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് കാണാം. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഒരു പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെ എല്ലാ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെയും സമ്മ് കാണാനുള്ള ഫോർമുല n-2 × 180 എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ നമ്മൾ നമ്മുടെ APയിലേക്ക് നീക്കുകയാണെങ്കിൽ നമ്മുടെ സമ്മ് കാണാനുള്ള ഫോർമുല എന്താണ്? Sn = n/2 × 2a + n-1 × d. അപ്പോൾ ഇത് നമ്മുടെ APയിൽ കാണാനുള്ള ഫോർമുലയാണ്. ഇത് നമ്മുടെ ജനറൽ ആയിട്ട് പോളിഗണിനെ സംബന്ധിച്ചിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ നമുക്കിത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം n-2 × 180 = n/2 × 2a + n-1 × d. ഇതിൽ നമുക്ക് A എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടേം, ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ 120 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു 5 ആണെന്നുള്ളത് അല്ലേ, 5 ഡിഗ്രി വെച്ചിട്ട് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കിട്ടിയ വാല്യൂ നമുക്ക് ഇതിൽ കൊടുത്തുകൂടെ. അപ്പോൾ നമുക്ക് n മാത്രമേ പിന്നെ അതിൽ കാണാത്തുള്ളൂ. അപ്പോൾ n-2 × 180 = n/2 × 2 × 120 + n-1 × 5. ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ which is equal to, അല്ല നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് ഇവിടെ ബ്രാക്കറ്റ് മാറ്റാം. ബ്രാക്കറ്റ് അപ്പോൾ ഇവിടെ 180 n - 360 = n/2 × 2 × 120 240 + 5n - 5. ഈ 2ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 180 - 360 × 2 which is equal to, ഇവിടെ എത്ര വരും? അവധി നമുക്കിവിടെ ബ്രാക്കറ്റ് ഇവിടെ ഒന്ന് ശരിയാക്കാം. ഇവിടെ 5n ഉണ്ട്, 240 - 5 എന്ന് പറയുമ്പം +235 വരും അല്ലേ. നമുക്കിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 360n - 720 വരും അല്ലേ, which is equal to ഇവിടെ 5n² + 235n വരും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു 5 നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു നമ്പറൊക്കെ ആയിട്ട് മാറിപ്പോവും അല്ലേ. അതുകൊണ്ട് നമുക്കൊരു 5നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് 2 സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഇതിൽ നിന്ന് 5 പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 360ൽ പിന്നെ നമുക്ക് ബാക്കി 360നെ നമുക്ക് 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ 7 5s are 35. ഇപ്പോൾ ഇവിടെ 72 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 72n - 720 എന്ന് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 144 അല്ലേ, ഇതിൻ്റെ ഡബിൾ അല്ലേ, which is equal to, ഇവിടെ നമ്മൾ 5 കോമൺ ആയിട്ട് എടുക്കുമ്പം n² + 235, n നിന്ന് 5 നമ്മൾ എടുക്കുമ്പം 47n വരും. അപ്പോൾ ഈ 5ഉം 5ഉം നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വലിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് മാത്രം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറുതാവുന്നു മാത്രം.
ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം? n സ്ക്വയർ പ്ലസ് 47n, ഇതിനപ്പുറത്തേക്ക് പോകുമ്പം -72n, പിന്നെ മൈനസ് അങ്ങോട്ട് പോകുമ്പം +144 വിച്ച് ഈസ് ഈക്വൽ ടു 0. n സ്ക്വയർ ഇത് രണ്ടും കൂടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. -25n പ്ലസ് 144 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ? ഇത് നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം അല്ലേ? ഒന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഫോർമുല n ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഒരു രീതിയിലും ചെയ്യാൻ കിട്ടാത്തവർ a എന്ന് പറയുന്നത് നമ്മുടെ n സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്, അത് 1 ആണ്. b എന്ന് പറയുന്നത് നമ്മുടെ a is equal to 1, b എന്ന് പറയുന്നത് നമ്മുടെ n-ൻ്റെ കോഎഫിഷ്യൻറ്റ്, അത് -25 ആണ്. ആ മൈനസ് എടുക്കാൻ മറക്കരുത്. c എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം 144. ആ വാല്യൂ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് n-ൻ്റെ വാല്യൂ കിട്ടും. അതല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ മിഡിൽ ടേം നമ്മുടെ n-ൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലോ, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് അറിയാത്തവർ ഈ ഒരു ഫോർമുലയിൽ ചെയ്താൽ മതി, വിഷമിക്കൊന്നും വേണ്ട. n സ്ക്വയർ -25 ഇവിടെ 16 + 9 അങ്ങനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. +144 is equal to 0. അപ്പോൾ ഈ മെത്തേഡ് ഞാൻ കാണിച്ചുതരാം. ഇത് നിങ്ങൾക്ക് പിന്നെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനെന്ത് ചെയ്യാം? n സ്ക്വയർ -16 തന്നെ നമ്മൾ ഒരു ഇതാക്കിയിട്ട് എടുക്കുക. പിന്നെ -9n + 144 അടുത്ത പെയറായിട്ട് നമ്മൾ എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ n പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? n - 16. ഇവിടുന്ന് നമ്മൾ -n പുറത്തേക്ക് -9 നമ്മൾ പുറത്തേക്ക് എടുക്കുക. -9 രണ്ടിലും n ഇതിലില്ലല്ലോ. -9 മൈനസ് കൂടി നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ -9 പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് വരും? ഇവിടുത്തെ ഈ മൈനസ് പോയിട്ട് ഇവിടെ n മാത്രമാവും. ഇവിടെ പ്ലസ് എന്നുള്ളത് മൈനസ് ആവൂലേ? പിന്നെ 144ൽ എത്ര 9 വരുന്നുണ്ട്? 16. 16 9s are 144 which is equal to 0. അപ്പോൾ വീണ്ടും നമുക്ക് n - 16 ഇവിടെ കോമൺ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ ബാക്കി n ഉണ്ട്, ഇവിടെ -9 ഉണ്ട്, which is equal to 0. ഇതിൻ്റെ അർത്ഥം എന്താണ്? n - 16 is equal to 0 ആൻഡ് അല്ലെങ്കിൽ ഓർ n - 9 is equal to 0. ഇതിൽ നിന്ന് എന്ത് കിട്ടി? n is equal to 16 കിട്ടും, ഇവിടെ n is equal to 9 കിട്ടും. അപ്പോൾ n-ന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കും രണ്ട് വാല്യൂ ഓക്കെ ആണെന്ന്, പക്ഷേ ശരിയല്ല. n is equal to നമ്മൾ 16 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ tn നമ്മുടെ nth ടേം എന്തായിരിക്കും? ഇപ്പോൾ n is equal to നമ്മൾ 16 ആണ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പം ഫസ്റ്റ് ടേം അല്ലേ നമ്മുടെ a + n - 1 × d ആണല്ലോ നമ്മുടെ nth ടേം. അപ്പോൾ 120 + a എന്ന് പറയുന്നത് നമ്മുടെ 120 ആണ് അല്ലേ, പ്ലസ് n നമ്മളിവിടെ എത്ര എടുത്തു? 16 എടുത്തു. അപ്പോൾ 16 - 1 എന്ന് പറയുമ്പോൾ 15. 15 × d നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 120 + 75 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 195. 195 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി അല്ലേ. ഒരു ഡിഗ്രി 180നേക്കാൾ, ഒരു ആംഗിൾ 180നേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പോളിഗണിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമില്ല. 180നേക്കാൾ കൂടുതൽ വരാൻ പാടില്ല ഒരു ആംഗിൾ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ 16 എന്നുള്ള വാല്യൂ ഇവിടെ ശരിയല്ല. n is equal to 9 അതവിടെ പോസിബിൾ ആവണില്ല. നമ്മൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ n-ന് 16 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് nth ടേം എന്തായിട്ടാണ് വരുന്നത്? 195 വരുന്നുണ്ട്. അത് 180നേക്കാൾ കൂടുതലാണ്. അത് ദാറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് n is equal to 9 ആണ് നമ്മുടെ ഇത്. അതായത് ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? 9 സൈഡ്സ് ഉള്ള ഒരു പോളിഗണാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം എക്സസൈസ് 9.2-ലെ 18 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ 3 വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക് നമ്മുടെ ജോമെട്രിക് പ്രോഗ്രഷൻ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്